അങ്ങനെ ഹെൽത്തി ആക്കാൻ തീരുമാനിച്ചു. എടാ ഹെൽത്തി കുട്ട മെസ്സിൽ ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പം എന്നാ പിന്നെ ഇനി ഓട്സ് ആക്കാൻ വിചാരിച്ചു. ഇവിടെ വാങ്ങി ഒരു ഓട്സ്. ഒന്നും നോക്കിയില്ല, പൈസ നോക്കിയില്ല, ബിൽ തന്നെ വാങ്ങി. എന്തിനാ ചെറുതാക്കുന്നു? പിന്നെ നട്സ് വേണ്ടേ, അപ്പോൾ നട്സും വാങ്ങി. പൈസ ഒന്നും ബിസിയല്ല. പിന്നെ അതിട്ട് വെക്കാൻ ഒരു പൊളിയുന്ന പാത്രം വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു, പൊളിഞ്ഞ് തീർന്നു. എല്ലാ വിവേ എൻ്റെ അഭിപ്രായം എന്നാ? നല്ല അഭിപ്രായമാണ്. തിന്നുകൊണ്ട് വലിയ പാത്രവും നട്സും ഓട്സും ആയി. ഇനിയിപ്പോൾ അതിൽ പാലും ഉണ്ട്. സ്വന്തം നമ്മളെ അൽമറായി. അല്ലാണ്ട് വെള്ളം ചേർത്തിട്ട് കിട്ടുന്നില്ല. കേരളത്തിലുള്ളിയല്ല അൽമറായി. ഇൽമേന്റെ പാലല്ലേ? ഓക്കെ, ഇതാണ് അൽമറായി. ഓട്സും ആയി നട്സും ആയി എല്ലാം ആയി. അതിലേക്ക് ഒരു പഴം കൂടി ആടാക്കിയാൽ കുറച്ചുകൂടി സെറ്റ് ആവില്ല. മുന്തിരി വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, മധുരത്തിന് വേണ്ടി. ചെറുങ്ങനെ പിന്നെ നമ്മള് നട്സ് പൈസ വലിയ പൈസ നട്സാണ്. ഓട്സ് ഓട്സിന്റെ പേര് പറയാൻ അറിയാത്തത് പേര് പറയുന്നില്ല. പഴം നമ്മൾ അങ്ങനെ അപ്പാടിടാൻ പാടില്ല. കുനുകുനാന്നരിയ. എങ്ങനെ കുനുകുനാന്നരിയ. പാല് നമ്മൾ വലുത് തന്നെ വാങ്ങി. അതും കുറേ കമ്പനി ഉണ്ട്. പക്ഷെ അൽമറായി നമ്മൾ നല്ല പാലാണ്, ഫുൾ ഫാറ്റ് പാല്. ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ വേറെ ആരെങ്കിലും പോയി വലിയ പാലൊക്കെ വാങ്ങി, 1 ലിറ്റർ പാലൊക്കെ വാങ്ങി. നമ്മൾ ഉണ്ടാക്കുന്നതിന് എന്താ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കാണുന്ന ആർക്കും പറയാട്ടോ. നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല. സ്പൂണിട്ട് ഇളക്കാനുള്ള ഇത് നമുക്കില്ല, നമ്മൾ സ്പൂണില്ല. അത് നമ്മൾ ഉണ്ടാക്കും ടിപ്പി തന്നെ ഇടുക, നല്ലോണം ഇളക്കുക. ഇത് മൂടി തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ കണ്ടന്റ് ആവും. തെറ്റാണ് പഴം ഒരു പൊടി പൊടി. ഇനി നമ്മളെ പണിയെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കുക. ഇനിയിപ്പോൾ തിന്നോ? ഇനി നാളെ ഉച്ച എണീച്ചിട്ട് തിന്നു. ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ സാധനം സെറ്റായി നോക്കാലോ. സെറ്റായിക്കണ്ടാവും. മോനെ സാധനം സെറ്റാക്കി ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, പഴം, ഓട്സ്, പാല് എല്ലാം കൂടി സെറ്റാക്കിയതാ മോനെ. ജസ്റ്റ് ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. ഒരു കഷ്ണം പഴം, ഒരു മുന്തിരിൻ്റെ മിക്സാക്കി എടുക്കാം. ഒന്നും പറയണ്ട, കുറവൊന്നും പറയണ്ട, കൂടുതൽ സാധനം.